കേരള നവോത്ഥാന സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ വർഗീയ പരാമർശങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത്. ആദ്യം വെള്ളാപ്പള്ളി പറഞ്ഞത് ഇടത് സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾ സർക്കാരിൽ നിന്ന് അവർക്ക് ആവശ്യത്തിലും ഉള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് വലിയ രീതിയിലുള്ള വിവാദമായി, വിമർശനങ്ങൾക്ക് കാരണമായി. അതിന് പിന്നാലെ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ സമിതിയിൽ നിന്ന് രാജിവെക്കുന്നതടക്കം കണ്ടു. വെള്ളാപ്പള്ളി പ്രസ്താവന തിരുത്തണം എന്നൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ ഉയർന്നു. പക്ഷേ വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. അതിൽ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളിലെ മുസ്ലിം പ്രാതിനിധ്യമടക്കം എടുത്തു പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സമിതിയിൽ നിന്ന് തന്നെ, സമിതി ഭാരവാഹികൾ തന്നെ ഈ രീതിയിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം, വെള്ളാപ്പള്ളി ഈ പറഞ്ഞത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യങ്ങൾ ഉയരുന്നു. സർക്കാർ അതിൽ ഇടപെടണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വരും ദിവസങ്ങളിൽ അത് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് നോക്കാം. എന്താ സാർ, അവിടെ കേന്ദ്രത്തിൽ മോദി പറയുന്നതും വെള്ളാപ്പള്ളി പറയുന്നതും ഏറെക്കുറെ സമാനമാണ്. പക്ഷേ ഇവിടെ ഒരു നടപടിയും വരുന്നില്ലല്ലോ. കേരള സർക്കാർ ഇത് കാണുന്നില്ലേ? അല്ല, അതിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. ഈഴവ സമുദായത്തിൻ്റെ പ്രധാന സംഘടനയായിട്ടുള്ള SNDPയുടെ നേതാവാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താം. പക്ഷേ അതേസമയം അദ്ദേഹം SNDPയുടെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അധ്യക്ഷൻ കൂടെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നോക്കൂ, അദ്ദേഹം എന്തിൻ്റെ അധ്യക്ഷനാണ്? നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി. അങ്ങനെയുള്ളൊരു സർക്കാർ സംവിധാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആളാണ് എല്ലാ ദിവസവും വന്നിട്ട് ഈ വിദ്വേഷ പ്രചാരണം നടത്തുന്നു, നുണപ്രചാരണം നടത്തുന്നു, കള്ളങ്ങൾ പറയുന്നു, സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ സർക്കാരിന് കൂടെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. പിണറായി വിജയൻ അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം പിണറായി വിജയൻ നേരിട്ട് മുൻകൈ എടുത്തുണ്ടാക്കിയ ഈ സംഘമാണ് ഈ നവോത്ഥാനം മൂല്യ സംരക്ഷണം. അത് ഈ ശബരിമല വിവാദ കാലത്താണ് അത് ഉണ്ടാകുന്നത്. അന്ന് അതിൽ ഈ ഹിന്ദു സമുദായ സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ അതിനെക്കുറിച്ച് ധാരാളം വിവാദങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നവോത്ഥാന സംരക്ഷണം എന്ന് പറയുന്നത് ഹിന്ദു സമുദായ സംഘടനകൾക്ക് മാത്രമുള്ള കാര്യമാണോ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാക്കി വെച്ചിരുന്നത് ഒരു CP സുഗതൻ, ഹിന്ദു പാർലമെൻറ്റ് നേതാവ്. അദ്ദേഹം എന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ കല്ല് ഞാൻ അഭിമാനപൂർവ്വം സൂക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ഹാദിയയെ പരസ്യമായി ബലാത്സംഗം ചെയ്യണമെന്ന്, തെരുവിൽ ബലാത്സംഗം ചെയ്യണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ്. അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ടാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ജോയിൻറ്റ് കൺവീനർ ആക്കുന്നത്. അന്ന് വിമർശനം വരുന്നപ്പോൾ പിന്നെ KT ജലീൽ അതിന് ഡിഫെൻഡ് ചെയ്ത് ഖലീഫ ഉമർ അറിയില്ലേ, നിങ്ങൾക്ക് അതുപോലെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖലീഫ ഉമറിൻ്റെ സ്ഥാനത്താണ് KT ജലീൽ ഈ പറയുന്ന ഹാദിയെ ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ആളെ പ്രതിഷ്ഠിക്കുകയും ഈ നവോത്ഥാന സമിതിയുടെ നേതാവാക്കുകയും ചെയ്തു. അതുപോലെ പിന്നെയാണ് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിലേക്ക് വിളിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊക്കെയുള്ള. പിന്നെ അത് സംസ്ഥാന തലത്തിലുണ്ടാക്കിയ സമിതി ജില്ലാ ഘടന ഉണ്ടാക്കുന്നു. അതിനുശേഷം അതിൻ്റെയും താഴെത്തട്ടിലുള്ള ഘടനകൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവോത്ഥാന മൂല്യ സംരക്ഷണ യാത്ര നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നടന്നിട്ടില്ല. ഈ സമിതി ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്? നവോത്ഥാനം സംരക്ഷിക്കുക, അതന്നെ മൂല്യങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീ പുരുഷ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരിക, ഈ കേരളത്തിന്റെ മാനവിക മൂല്യങ്ങൾ, അതാണ് അതിന്റെ കരട്. അതെ, നവോത്ഥാന പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുക, അത് ജനകീയമാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ യാത്രയൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗംഭീര സെറ്റപ്പാണ്. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഗംഭീര സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ നേതാവ്, അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇങ്ങനെ വർഗീയത വിളമ്പുകയാണ് എല്ലാ ദിവസവും. അതിൽ രണ്ട് ഘടകം. സർക്കാർ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് വെച്ചാൽ, ഒന്ന്, ഇദ്ദേഹം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അധ്യക്ഷനാണ്. സർക്കാർ എന്ന് പറയുന്നത് ഈ കസേരയിലിരുന്ന് ഈ പണിയെടുക്കരുത് എന്ന് സർക്കാർ അദ്ദേഹത്തോട് പറയണം. ആ പണി അദ്ദേഹം തുടരണം, ആ കസേരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം. അതാണ് ഒരു ഘടകം. രണ്ടാമതൊരു കാര്യം, സർക്കാരുമായി ബന്ധപ്പെട്ടാണല്ലോ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, സർക്കാർ മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് പ്രീണിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങൾ കൊടുക്കുന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ കാലമായി ഈ ആരോപണമുണ്ട്. ആ ആരോപണം അത് ശരിയാണെന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ ആർക്കാ സാധിക്കുക? സർക്കാരിനാണ് സാധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ നരേന്ദ്രൻ കമ്മീഷനെ നിശ്ചയിക്കുന്നു. 2001 അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. എന്താണ്? സർക്കാർ സംവിധാനത്തിലുള്ള വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച്. അവരുടെ റിപ്പോർട്ടിൽ ഏറ്റവും ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് മുസ്ലിം സമുദായമാണ്.
സർക്കാർ തന്നെ നിശ്ചയിച്ചൊരു കമ്മീഷനാണ്. സർക്കാർ തന്നെ നിശ്ചയിച്ച കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. സച്ചാർ കമ്മീഷൻ്റെയും കണ്ടെത്തൽ അതാണ്, എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ജനസംഖ്യാനുപാതികമായി പിറകിലാണ്. പിന്നെ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പരിഷത്തിൻ്റെ പഠനമാണ് കേരളത്തിലുള്ളത്. അവരുടെ കണ്ടെത്തലും അത് തന്നെയാണ്. വിദ്യാഭ്യാസം, ഉദ്യോഗം, ഉടമസ്ഥത തുടങ്ങിയ മേഖലകളിൽ മുസ്ലിങ്ങൾ പിറകിലാണ്. അപ്പോൾ ഇത് 10-12 ഒക്കെ വർഷമായി എന്ന് വിചാരിക്കാം. ഇപ്പോൾ അതൊക്കെ മാറി. 2024 ആകുമ്പോൾ ഇതെല്ലാം മാറി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെയോ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെയോ ഇനി വേറെ ആരുടെയെങ്കിലും അവരുടെ അഭിപ്രായമെങ്കിൽ അത് ഗൗരവത്തിലെടുക്കണം. സർക്കാർ കമ്മിറ്റിയെ നിശ്ചയിക്കട്ടെ, ഇതേപോലെ കമ്മിറ്റിയെ നിശ്ചയിക്കട്ടെ. ഓരോ സാമൂഹിക വിഭാഗങ്ങളുടെയും അവസ്ഥ എന്താണ്, അവരുടെ സാമൂഹിക വിദ്യാഭ്യാസത്തിലെ അവരുടെ പ്രാതിനിധ്യം, തൊഴിലിലെ പ്രാതിനിധ്യം, ഉടമസ്ഥതയിലെ പ്രാതിനിധ്യം, വിനിയോഗത്തിലെ അവരുടെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കട്ടെന്നേ, അത് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയുള്ളൂ. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ മുന്നോക്കമാണ്, ഒരു പിന്നോക്ക എന്തെങ്കിലും നിലക്കുള്ള സംവരണാനുകൂല്യങ്ങൾ ആവശ്യമില്ലാത്തൊരു സമുദായമാണെന്ന് സർക്കാർ കണ്ടെത്തുകയാണെങ്കിൽ ഈ പിന്നോക്ക സംവരണത്തിൻ്റെ പട്ടികയിൽ മുസ്ലിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കണം. എന്ത് വേണം? നമുക്ക് ഡാറ്റ വേണം. ആ ഡാറ്റ നാട്ടുകാർക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അത് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാവുകയാണ്. അപ്പോൾ പിന്നോക്ക സമുദായ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ EWS സംവരണ പരിധിയിൽ വരും. അതാണ് ഇപ്പോൾ പിന്നോക്ക സമുദായ പട്ടികയിൽ നിന്നൊരു സമുദായം മാറിയാലും ഇപ്പോൾ വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ചില മേഖലകളൊന്നും നോക്കിയാൽ EWS സംവരണമാണ് കൂടുതൽ നിൽക്കുന്നത് കാണുന്നത്. എനിവേ, എന്തു തന്നെയായാലും ഇതിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള ഒരാൾ വിദ്വേഷ പ്രചാരണം നടത്തുക, അയാൾ ആ കസേരയിൽ തന്നെ ഇരിക്കുക, സർക്കാർ ആ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക. ഇത് രാഷ്ട്രീയമായി CPM-ന് എങ്ങനെ നഷ്ടമുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ ഈ വെറുപ്പിൻ്റെ പ്രചാരണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ മൗനം തുടരുന്നു. അപ്പുറത്ത് കാഫിർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അത് പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും ഡിലീറ്റ് ചെയ്തതിന് ശേഷവും സംസ്ഥാന കമ്മിറ്റി അംഗം അവരുടെ പേജിൽ നിലനിർത്തുന്നു. അതിഭയങ്കരമായ വിമർശനം വരികയും പോലീസിൽ പരാതി പോവുകയും ചെയ്യുമ്പോൾ മാത്രം പിൻവലിക്കുന്നു. എന്നിട്ട് ജില്ലാ കമ്മിറ്റി അവർക്ക് സർവ്വ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ CPM എന്താണ് വിചാരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു സമുദായത്തിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രചാരണത്തിൻ്റെ വിഷയത്തിൽ ഇതൊന്നും ആളുകൾ കാണുന്നില്ല, ആളുകൾ മനസ്സിലാക്കുന്നില്ല, ആളുകൾ ഇതിനോട് പ്രതികരിക്കില്ല എന്നാണോ CPM വിചാരിക്കുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞിട്ടും CPM ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടി ആ മേഖലയിൽ അന്ധരും ബധിരരുമാണോ എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ പറ്റൂ. യെസ്, നിഷാദ്, ഇത് വലിയ വിവാദമായതിനു ശേഷവും വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്താൻ ആരും വരണ്ട, താൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്നാണ് വെള്ളാപ്പള്ളി. അതായത് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്? വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് വളരെ ക്ലിയറാണ്. ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ സർക്കാരിനോടും CPIM-നോടും പരമാവധി ചേർന്ന് നിന്ന് വ്യക്തിപരമായി തനിക്ക് കിട്ടാവുന്ന എല്ലാ നേട്ടങ്ങളും സംരക്ഷണങ്ങളും ഉറപ്പാക്കി അദ്ദേഹം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അടിതെറ്റിയപ്പോൾ CPM-ന് അടിതെറ്റിയെന്നും വേറൊരു രാഷ്ട്രീയത്തിൻ്റെ സാധ്യത തുറക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ രാഷ്ട്രീയത്തിന് വേണ്ടി ആഞ്ഞ് പണിയെടുക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം പയറ്റു നോക്കിയിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ വിജയത്തിൻ്റെ സൂചന കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കഴിഞ്ഞ തവണത്തെ നിലപാട് വിടുന്നു, പുതിയതിന് വേണ്ടി ആഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ആ നിലയ്ക്ക് റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യുന്ന ചരിത്രമുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്തോടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് വിചാരിക്കാൻ വയ്യ. SNDP-ൻ്റെ തലപ്പത്ത് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞ എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേനെ വാഴുന്നു എന്നാണ്. ആ കോൺസെപ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് പെരുമാറുന്ന ആളാണ് അദ്ദേഹം. എങ്ങനെയാണ് ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നാണ്. അത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ മറ്റുള്ളവർക്ക് സുഖത്തിനായി വരണം എന്നാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അതല്ല. അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കുറച്ച് ഡിസ്റ്റേബ് ചെയ്താലും വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ അദ്ദേഹം ഇനി സ്വയമേവ തിരുത്തും എന്ന് വിചാരിക്കുക വയ്യ. കാരണം എന്താണ്? ഹെയ്റ്റ് മോങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വ്യാജം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വസ്തുത ബോധ്യപ്പെട്ട് തിരുത്തുമെന്ന് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ വർഗീയതയും നുണയും പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ആൾ. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു. ഇതാ നിങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലേക്ക് നോക്കൂ, അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹം നുണ മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹത്തിന് തിരുത്തിയോ? ബോധ്യപ്പെട്ട തിരുത്തുമില്ല. അപ്പം നുണ പറയുന്ന പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ്ലി നുണ പറയുന്ന ആൾ അത് തിരുത്തില്ല. പിന്നെയുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്? സർക്കാരിൻ്റെതാണ്. സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വെറുപ്പിനോട്, ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് വെറുപ്പിനോട് കുറച്ചൊന്ന് ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി സർക്കാർ പല ഘട്ടത്തിലും മൗനം അവലംബിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമൊക്കെ അതിൻ്റെ ഗുണം AK-ൽ കിട്ടും, പക്ഷേ ഫൈനലി അതിൻ്റെ ഗുണം മാരാർജി ഭവനിലാണ് കിട്ടുക
എന്നത് സർക്കാരിന് ഇപ്പോൾ മനസ്സിലാവണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കണം. കാരണം ഈ വെറുപ്പിനോട്, വിദ്വേഷത്തോട്, നുണകളോട് മൗനം അവലംബിച്ചാൽ അതിൻ്റെ ഫലം കൊയ്യാൻ CPM-ന് പറ്റില്ല, വേറെ ഏതെങ്കിലും ഒരു മതനിരപക്ഷ കക്ഷിക്ക് പറ്റില്ല. അതിൻ്റെ ഫലം കൊയ്യാൻ പോകുന്നത് വർഗീയവാദികളായിരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദാഹരണം നമ്മളോട് പറഞ്ഞു തരുന്നത് വർഗീയതയോടും നുണപ്രചാരണത്തോടും സന്ധിയായാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഈഴവരുടെ ഏതെങ്കിലും അവകാശത്തെ ഹനിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങൾ ഇവിടെ ഒന്നും നേടിയിട്ടില്ല. സർക്കാരിൻ്റെ കണക്കിതാണ്, മന്ത്രിമാരുടെ കണക്കിതാണ്, MLA-മാരുടെ കണക്കിതാണ്, ഉദ്യോഗത്തിലെ കണക്കിതാണ്. ഇത് സർക്കാർ വ്യക്തതയോടെ പറയണം. നർക്കോട്ടിക് ജിഹാദ് പ്രശ്നം ഉണ്ടായപ്പം കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും ഈ കേസുകളിൽപ്പെട്ട ആളുടെ കണക്ക് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ടല്ലോ. അതുപോലെ പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട ഒന്നാണിത്. ഇതിനെന്തുമാത്രം ടൈം എടുക്കുന്നോ അത്രയും ടൈം ഡാമേജ് കൂടുതൽ വലുതാവാനുള്ള സാധ്യതയുണ്ട് എന്ന് CPM മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ ഏതാണ്ട് തന്നെ വിട്ടമട്ടാണ്. അതായത് ശബരിമല പ്രക്ഷോഭകാലത്താണ് ഉണ്ടാക്കുന്നത്, ഈ വനിതാ മതിലിൻ്റെയൊക്കെ സമയത്ത്. അന്ന് ഉണ്ടാക്കിയ സർക്കാർ പൊതുവായി വിചാരിച്ചിരുന്നത് ഇതാണ്, ഈ നവോത്ഥാനം ഈ സർക്കാർ നടപ്പിലാക്കുന്നു, പിണറായി വിജയൻ പുതിയ കാലത്തിൻ്റെ നവോത്ഥാന നായകൻ. ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കരമായ സർക്കാരിൻ്റെ ഒരു വീരപരിവേഷം കിട്ടിയതായിരുന്നു. അതിൻ്റെ ഒരു പീക്കിലാണ് സത്യത്തിൽ രണ്ടുപേര് മല കയറിക്കോട്ടെ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് പോലും. അപ്പോൾ അതിലെ ശരിതെറ്റുകളിലേക്കല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഫൈനലി ഗവൺമെൻറ്റിന് ഒരു ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ 2019 മനസ്സിലായി ഈ ഈ അപ്പർ ലെയറിൽ കണ്ട പുകഴ്വാചകങ്ങളല്ല, താഴെത്തട്ടിൽ പാർട്ടിക്കകത്ത് പോലും കടുത്ത വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ നവോത്ഥാനം സർക്കാർ അന്ന് അവസാനിപ്പിച്ചതാണ്. അതിൻ്റെ പിറ്റേന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വീട് കയറി ഞങ്ങൾക്ക് ശബരിമലയെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡാമേജ് പരിഹരിച്ചത്. കാനവും ഈ കോടിയേരിയെ കൂടി വീട് കയറിയായിരുന്നു. അപ്പോൾ ആ നവോത്ഥാനം സർക്കാർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. പിന്നെ 2021 ഗവൺമെൻറ് വന്ന് 2022 വീണ്ടും ഈ നവോത്ഥാന സംരക്ഷണ സമിതി യോഗം വിളിക്കുകയും ഒരു ഭരണഘടനാ രൂപീകരണ ചർച്ച നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഗവൺമെൻറ് ഉദ്ദേശം പരമാവധി സമുദായ സംഘടനകളെ ഇതിനകത്ത് കൊണ്ടുവന്ന് എല്ലാ സമുദായ സംഘടനകളായിട്ട് ബന്ധമുണ്ടാക്കി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സെറ്റാവുക. അതിൻ്റെ ഉദ്ദേശം വേറെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ അതിൻ്റെ ശൈഥില്യാവസ്ഥ തുടങ്ങി. കാരണം എന്താണ്, പുന്നല ശ്രീകുമാറിനെ പോലെ എന്താണ് ഈ നവോത്ഥാന സംരക്ഷണം എന്ന കാര്യത്തെക്കുറിച്ച് സാമാന്യ ബോധമൊക്കെ ഉള്ള ആളുകൾ അതിനകത്തുണ്ട്. അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം അന്ന് തന്നെ എൻ്റെ കൺവീനർ സ്ഥാനത്ത് ഒഴിഞ്ഞാണ്. കാരണം ഇതിന് പോക്ക് ശരിയായ വഴിക്കല്ല. ഇപ്പോൾ മലയരേ മഹാസഭ അവരതിനകത്ത് നിന്ന് വിട്ടു. കാരണം ഇത് നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ല പോകുന്നത് എന്നവർക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു സർക്കാർ ഈ നവോത്ഥാന സംരക്ഷണ സമിതി, സ്ത്രീ പുരുഷ ജാതി സമുദായ സമീകരണ സമവാക്യം എന്നൊക്കെ പറയുന്നതിലെ ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന സംഗതിയുള്ളൂ. അത് മനസ്സിലാക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. അതും ഗവൺമെൻറ് തന്നെയും അങ്ങനെ പൂർണ്ണാർത്ഥത്തിലൊരു നവോത്ഥാന സംരക്ഷണം അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നവോത്ഥാനം, എല്ലാ അർത്ഥത്തിലുമുള്ള സാമൂഹികമായ മൂല്യങ്ങളുടെ ഒരു വീണ്ടെടുപ്പ് എന്നത് അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സർക്കാരിന് പറ്റുന്നില്ല. സർക്കാരിന് ഒരു പ്ലാനുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം സർക്കാർ വിട്ടതുമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ എൻ്റെ പൊടി പിടിച്ച് കിടക്കുന്ന ഏർപ്പാടാണ് നവോത്ഥാന സംരക്ഷണ സമിതി എന്നുള്ളത്. അതുകൊണ്ട് വേഗം നവോത്ഥാന സംരക്ഷണ സമിതിക്കകത്ത് പോയിട്ട് ഇദ്ദേഹത്തെ എടുത്തു കളയാം എന്ന് സർക്കാർ ആലോചിക്കില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഹിന്ദുക്കൾ ആയ ഈഴവരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളായിട്ട് വെള്ളാപ്പള്ളി പെട്ടെന്ന് രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. ആ വെള്ളാപ്പള്ളിക്കെതിരെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, CPM എല്ലാ കാര്യത്തിലും ഒന്ന് അറയ്ക്കാൻ പോവാണ്. തൊടാൻ അവർക്ക് പേടിയാവും. ഇപ്പോൾ മുസ്ലിം പ്രീണനം കൊണ്ടാണ് ഇവിടെ നിങ്ങൾ തോറ്റുപോയതെന്ന് കുറേ ആൾക്കാർ അവരോട് പറയുന്നുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മിണ്ടാൻ ആ പാർട്ടി ഭയപ്പെടുമോ എന്ത് മീൻസ് അത് ഒരു തവണ പലതവണ അവർക്ക് കുറച്ചൊന്ന് ഒച്ച സംസാരിക്കാൻ ആലോചിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. ആ നിലയ്ക്കുള്ള വലിയൊരു ഒരു പ്രഷർ ഉണ്ടാക്കുകയാണ്. ഈ പ്രഷറിനകത്ത് കുടുങ്ങിപ്പോകാതിരിക്കാൻ രാഷ്ട്രീയമായ തെളിമ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നൈമിഷികമായ ഇലക്ട്രൽ വിക്ടറീസിന് വേണ്ടി സ്വന്തം മൂല്യങ്ങളെയും നിൽക്കുന്ന പ്രതലത്തെയും ഒറ്റുകൊടുക്കുന്ന സമീപനം എടുക്കരുത്. അതിന് മുമ്പ് പലപ്പോഴും അവരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം ഇന്ന് അവർ കുഴിയാണ്. ഇനിയെങ്കിലും ആ പാർട്ടിക്ക് തിരുത്താൻ സമയമുണ്ട്. പ്രോപ്പർ സ്റ്റെപ്സ് എടുത്തിട്ടില്ലെങ്കിൽ അതിന് അവർ മാത്രമല്ല നമ്മളൊന്നാകെ വില കൊടുക്കേണ്ടി വരും. യെസ്, അതാണ്. എന്തായാലും ഇവിടെ തിരുത്താൻ വെള്ളാപ്പള്ളി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇടപെടേണ്ടത് സർക്കാരാണ്. കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്തിരുന്ന് ഇങ്ങനെ വിദ്വേഷം പറയരുതെന്ന് വെള്ളാപ്പള്ളിയോട് പറയാനെങ്കിലും സർക്കാർ തയ്യാറാകണം.